الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يريد الله بكم اليسر ولا يريد بكم العسر ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പരമദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളത്തെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എളുപ്പം വിചാരണ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും തകർക്കുന്ന തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തുണ്ടായത്. ആ ആക്രമണത്തെ നമ്മൾ ശക്തമായി അപലപിക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും അതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ വീണ്ടെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കൂട്ടായി, ഒറ്റക്കെട്ടായി ആ വിഷയത്തിലുണ്ടാവണം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ രാജ്യം ഇത്രമേൽ സമാധാനപരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പൂർവികരായ നമ്മുടെ പ്രപിതാക്കന്മാർ സഹിച്ച ത്യാഗം ചില്ലറയൊന്നുമല്ല. അവര് ജീവൻ കൊടുത്തിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സ്വസ്ഥമായി ഇബാദത്തുകൾ നിർവഹിക്കുവാൻ പള്ളിയിലേക്കും നമ്മുടെ മക്കളെ സ്വസ്ഥമായി വിദ്യാലയങ്ങളിലേക്കും നമ്മുടെ കച്ചവടം സമാധാനപരമായി നിർവഹിക്കുവാൻ എല്ലാത്തിനും കഴിയുന്നത്. നാം ആലോചിച്ച് നോക്കണം, നമ്മുടെ പ്രപിതാക്കന്മാർ ജീവൻ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ ദുഃഖം രേഖപ്പെടുത്തുന്നത്. ഈ സമാധാനത്തെ തകർക്കാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുവെങ്കിൽ അത്തരം ആളുകളെ ഒറ്റക്കെട്ടായി നേരിടണം എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ ഒരു വസ്തുത എന്ന് ചോദിച്ചാൽ,
പലപ്പോഴും ചത്തത് കീചനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഏതൊരു ആക്രമണം ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ പലപ്പോഴും ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും ഒക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരു നിരക്കുള്ള ഏതെങ്കിലും നിരക്കുള്ള ഒരു വിഷമം ഒരാൾക്ക് ഉണ്ടാക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. പിന്നെയല്ലേ കൊല്ലുക എന്ന് പറഞ്ഞത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരു അന്യായമായി ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. ഇത് ഇസ്ലാമാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ പറയാണ്, ഒരാളെ അന്യായമായി വധിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിച്ച ആളെ പോലെയാണ്, കൊന്നവനെ പോലെയാണ്. അവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിന്റെ ഗണത്തിലേക്ക് വരികയില്ല. പിന്നെ എങ്ങനെയാണ് അത്തരം ആളുകളെ ഇസ്ലാമുമായി കൂട്ടിക്കെട്ടുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഇസ്ലാം അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ സുന്ദരമായ വശങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ഒരു കാര്യം മാത്രം നമ്മൾക്കറിയാം, നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ കുറച്ചൊക്കെ ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചാലും ആരാധനയുടെ വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒരു നിലക്കും പിന്നോട്ട് പോകാറില്ല. ആരാധനയുടെ വിഷയത്തിൽ എന്ത് തന്നെ യുദ്ധമുണ്ടായാൽ വരെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരു നിലക്ക് അഡ്ജസ്റ്റ് ചെയ്താലും ആരാധന പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യൂല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ ആരാധനയിൽ വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താ? ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ പഠിക്കാൻ ശ്രമിച്ചാൽ അയാൾ അത്ഭുതപ്പെട്ടു പോകും. ആരാധനാ വിഷയത്തിൽ വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു നിലക്കുമുള്ള വലിയ ആവേശം അതിന്റെ മേൽ ഉണ്ടാവേണ്ടതില്ല. ഇസ്ലാം എന്നാൽ ഒരു ആവേശത്തിന്റെ മതമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസത്തിന്റെയും അതുപോലെ തന്നെ ലിബറലിസത്തിന്റെയും നടുവിലുള്ള ഒരു ഉമ്മത്തം വസത്തയാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു സംഭവമുണ്ട്. ചരിത്രത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറഞ്ഞാൽ അംർ ഇബ്നു ആസിന്റെ മകനാണ്. അംർ ഇബ്നു ആസ് എന്ന് പറഞ്ഞ ആരാ? മക്കത്തുള്ള ബുദ്ധിമാന്മാരായ ഒരു 4-5 പേരുണ്ട്. അവര് ദീർഘവീക്ഷണമുള്ള ആളുകളാണ്. ഖുറൈശികളിലെ ആ നാട്ടിലെ ഏറ്റവും നല്ല ബുദ്ധിമാന്മാരാണ്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അംർ ഇബ്നു ആസ്. അംർ ഇബ്നു ആസ് എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. കാരണം ബുദ്ധിയുള്ള ദീർഘവീക്ഷണമുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുള്ള. അദ്ദേഹം ഇസ്ലാം ആകുന്നതിന് മുമ്പ് അബ്ദുള്ള ഇസ്ലാം ആയിട്ടുണ്ട്. 3 അബ്ദുള്ളമാരെ പറ്റി ഇസ്ലാം പറയുന്നുണ്ട്. അവർ 3 പേരും ആരാധനയിൽ അങ്ങേയറ്റം ഭക്തിയുള്ള ആളുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ. പിന്നീടാണ് വാപ്പ കടന്നു വരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു യുവത്വത്തിന്റെ പ്രായമായപ്പോ കല്യാണം കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് പിതാവ് വന്ന് മരുമകളോട് ചോദിക്കാണ്, എങ്ങനെയുണ്ട് വൈവാഹിക ജീവിതമൊക്കെ. ആ സന്ദർഭത്തിൽ മരുമകൾ പറയാണ്, തഖൂലു നിഅ്മർ റജുലു മിൻ റജുലിൻ, ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ആര്? എന്റെ ഭർത്താവ്. പക്ഷെ എന്താണ് പ്രശ്നം? ലം യതഅലന ഫിറാശൻ, അദ്ദേഹം എന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ ഫിറാഷിലേക്ക് വിരിപ്പിലേക്ക് അദ്ദേഹം കടക്കാൻ വരാറില്ല. ഐ ലം യുലാജിഅന ഹത്താ യതഅലന ഫിറാശൻ, അദ്ദേഹം കിടപ്പറയിലേക്ക് വരാറില്ല എന്ന് പറഞ്ഞപ്പോ ആ വാപ്പ മകളോട് ചോദിച്ച് മനസ്സിലാക്കി ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം പോയി പറയാണ്. ഈ വാപ്പ മകനെ പറ്റി പോയി പറയുന്ന കംപ്ലൈന്റ് എന്താ? അവന് മുഴുവനായും ഇബാദത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവനും വാപ്പയിൽ നിന്ന് കേട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് വിളിച്ചു. അങ്ങനെ ഫലമ്മാ ഇൽതഖാ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നു ആസിനെ നിർത്തിയിട്ട് ചോദിക്കാണ്, കൈഫ തസൂമു, എങ്ങനെ നോമ്പ് വിൽക്കാറ്? അദ്ദേഹം വളരെ ആവേശത്തിൽ പറഞ്ഞു, അസൂമു കുല്ല യൗമിൻ, എല്ലാ ദിവസവും നോമ്പാണ്. വകൈഫ തഖ്തമുൽ ഖുർആൻ, എങ്ങനെയാണ് ഖുർആനൊക്കെ ഓതി തീർക്കുന്നത്? അദ്ദേഹം ആവേശത്തിൽ പറഞ്ഞു, അഖ്തിമു കുല്ല ലൈലത്തിൻ ഖത്മ, ഒരു രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നു ആസിനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ വേണ്ട, ഇങ്ങനെ വേണമെന്നില്ല, ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഓരോന്ന് പറഞ്ഞു കൊടുത്തു, ഇത് പ്രയാസം. ആ സന്ദർഭത്തിൽ അംർ ഇബ്നു ആസ് പറയാണ്, പ്രവാചകരെ, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. നിങ്ങളിപ്പോ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കേണ്ടതില്ല, കുല്ല ശഹരിൻ സലാസത്തി അയ്യാമിൽ 3 ദിവസം നോമ്പ് നോറ്റാൽ, മാസത്തിൽ 3 ദിവസം നോമ്പ് നോറ്റാൽ മതി എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞപ്പോ ഇദ്ദേഹം പറയാണ്, പ്രവാചകരെ, എനിക്ക് എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും. എനിക്ക് നിങ്ങൾ പറഞ്ഞ അതിനേക്കാൾ കൂടുതൽ നോമ്പ് വെക്കാൻ കഴിയും. എനിക്ക് ഈ ഖുർആൻ എന്നത് ഒരു ദിവസം ഓതി തീർക്കണ്ട, നീ ഒരാഴ്ച 7 ദിവസത്തിനുള്ളിൽ ഓതി തീർത്താൽ മതി എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും. ഇങ്ങനെ അതിനേക്കാൾ കൂടുതൽ കഴിയും എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പ്രവാചകൻ അവസാനം പറഞ്ഞു, സും അഫ്ളല സൗമി സൗമ ദാവൂദ് നബി അല്ലാഹു അലൈഹി വസല്ലം സിയാമു യൗമിൻ ഒരു ദിവസം നോമ്പ് വെക്കുക, ഒരു ദിവസം നോമ്പ് മുറിക്കുക. അവസാനം ഇങ്ങനൊക്കെ കഴിയുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് വളരെ ആവേശത്തിൽ, അദ്ദേഹത്തിന്റെ നല്ല ആവതുള്ള സമയമാണ്, അദ്ദേഹം പറഞ്ഞു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പ് വെച്ചാണ്. അങ്ങനെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ആ ഒരു പിന്നെ തീവ്രതയിൽ നിന്ന് അദ്ദേഹത്തെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെ വഖറഉ കുല്ല സബഅ ലയാലിൻ മറ 7 ദിവസം പൂർത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തെ നിർത്തിയത് ഈ ഒരു ആരാധനാ രംഗത്ത് പോലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത്ര തീവ്രത കാണിക്കണ്ട എന്ന് സമൂഹത്തെ പഠിപ്പിക്കാനാണ്. ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമായപ്പോ ഫതമന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ബഅദമാ കബിറ വളഅഫത് ഖുവതുഹു അൻ ലൗ കാന ഖബ്ലി തഖ്ഫീഫൻ മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ആത്മഗതം പോലെ പറയാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രായമായി ദുർബലത വന്നപ്പോ, അത് ശക്തിയൊക്കെ ഒന്ന് ദുർബലമായപ്പോ അദ്ദേഹം പറയാണ്, അന്ന് റസൂൽ ആ തഖ്ഫീഫ്, ആ ലഘൂകരണം പറഞ്ഞപ്പോ അത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് കൃത്യമായി ആ ആളുകളെ, സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിനോട് പോകുന്ന സമയത്ത് പറയാണ്, യാ അബ്ദുല്ലാ ലാ തകുൻ മിസ്ല ഫുലാനി കമാ യഖൂമുൽ ലൈലു ഫതറക ഖിയാമുൽ ലൈൽ. നീ ഇന്ന ആളെ പോലെ ആകരുത്. അയാള് മുഴുവൻ നിസ്കരിച്ചു, അങ്ങനെ പിന്നീട് എന്ത് ചെയ്ത് ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞപ്പോ പിന്നീട് പറ്റം ഉപേക്ഷിച്ചു പോയി. അതുമാകാൻ പാടില്ല. ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് കൃത്യമായി ചെയ്തു കൊണ്ടുപോവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിനോട് പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിതിവിടെ പറഞ്ഞത് ആരാധനാ രംഗത്ത് പോലും എക്സ്ട്രീം ആകുന്നത്, അല്ലെങ്കിൽ ഒരു അതിര് കവിയല്, അതിലൊരു ആവേശം കാണിക്കല് വേണ്ട എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മതം എന്നത് എളുപ്പമാണ്, മതം എന്നത് എളുപ്പമാണ്. ആ മതം കൊണ്ട് അവനും അവന്റെ കുടുംബത്തിനും അവന്റെ സമൂഹത്തിനും എല്ലാവർക്കും സമാധാനം കിട്ടണം. ഇവന്റെ ഇത് ആരാധന കൊണ്ട് വീട്ടിലുള്ളവർ ഇടങ്ങേറാകുക. ഒരു ഇസ്ലാമിൽ ഒരു ആരാധന നിർവഹിക്കുമ്പോൾ അയാൾ ബുദ്ധിമുട്ടാകുക, അയാളുടെ കുടുംബം ബുദ്ധിമുട്ടാകുക, അയാൾ നിൽക്കുന്നിടത്ത് അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ പ്രയാസപ്പെടുക. ഒരു മതം കൊണ്ട് ഇല്ല, അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ആ മതത്തിന്റെ ലഘൂകരണം, അതിന്റെ അവസ്ഥ ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാന്റെ റസൂൽ തന്റെ ആ മദീനയിൽ നിർവഹിച്ചത്. ആളുകളൊക്കെ കഴിയുന്നതും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിക്കുക എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു മുഴുവൻ കൊണ്ടുവന്നു, ഉമർ റളിയല്ലാഹു അൻഹു പകുതി കൊണ്ടുവന്നു. സഹാബികൾ ഇങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ നബി പറഞ്ഞു, ആ ഓരോരുത്തരുടെയും ഈമാനിനും അവരുടെ ത്വാഖത്തിനും അനുസരിച്ച കൊണ്ടുണ്ട്. നിങ്ങൾ ഇവർ കൊണ്ടുവരുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ബേജാറാകണ്ട. അപ്പൊ നമ്മുടെ കഴിവും നമ്മുടെ ത്വാക്കത്തിനും അനുസരിച്ചാണ് ദീനിലെ ഓരോന്നുള്ളത്. നിസ്കരിക്കാൻ പറഞ്ഞപ്പോ നിൽക്കാൻ കഴിയുന്നോടെ നിന്നാ മതി. നിൽക്കുന്ന ആളെ കണ്ടിട്ട് തീരെ നിൽക്കാൻ കഴിയാത്ത ഒരാള് വിഷമിക്കേണ്ടതില്ല, ഓന് ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തനോ കിടന്ന് നിസ്കരിച്ചാൽ മതി. അത് നിർവഹിക്കണം എന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ലഘൂകരണം പറഞ്ഞ ഒരു മതത്തെയാണ് ഈ ആളുകൾ കുദുസാക്കി മാറ്റുന്നതും പലപ്പോഴും ഈ മതത്തിന്റെ തന്നെ നല്ല വശങ്ങളെ വികൃതമാക്കുന്നതും. അള്ളാഹു പറയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര,
അള്ളാഹു നിങ്ങൾക്ക് യുസ്റാണ്, എളുപ്പമാണ് പ്രദാനം ചെയ്യുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉസ്റ്, പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമുക്കൊക്കെ ഒരു പാഠം. നോക്കി റസൂൽ പറയാണ്, ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ സ്വന്തം ഭാര്യ പറയുമ്പോ ആ ഭർത്താവിനെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയുന്ന ഒരു ഭാര്യയാണല്ലോ. ആ ഭാര്യ പറയാണ്, അന്നഹാ ഖാലത്ത് മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അംറൈനി ഖത്ത് ഇല്ലാ അഖദ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മാ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ രണ്ട് കാര്യം വന്നു. രണ്ട് കാര്യം വന്നാല് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ രണ്ട് കാര്യം വന്നാല് പ്രവാചകൻ തെരഞ്ഞെടുക്കുന്നത് അഖദ ഐസറഹുമാ, അതിൽ രണ്ടിലും ഏറ്റവും എളുപ്പമുള്ളതാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നിൽക്കും. മാലം യക്കുനി, തെറ്റിന്റെ വിഷയത്തിലല്ല, ഏതെങ്കിലും ഒരു നന്മയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹലാലാക്കിയ ഒരു സംഗതി മുന്നിൽ വരുമ്പോൾ രണ്ട് കാര്യം വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നതെന്നാണ്. അപ്പോൾ എളുപ്പമാണ് ഈ ദീൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അതിര് കവിയൽ അല്ലെങ്കിൽ അതിന്റെ തീവ്രത ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് അവർ നശിച്ചു എന്നാണ്. ഹലക്കൽ മുതനത്തിഊൻ സലാസ മറാത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ 3 പ്രാവശ്യം പറഞ്ഞു ഈ മുതനത്തിഈങ്ങൾ, ഈ അതിര് കവിയുന്നവർ, ആവേശം കാണിക്കുന്നവർ, തീവ്രത കാണിക്കുന്നവർ അവർ നശിച്ചു പോകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ പറഞ്ഞു, ഇന്ന ദീന യുസ്റുൻ വലം യുശാദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ദീന് എളുപ്പമാണ്. ഇനി ആരെങ്കിലും ആ ദീന് ഉൾക്കൊണ്ടുകൊണ്ട് അതിര് കവിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവൻ നശിച്ചു പോകും. ഓക്കെ, എത്ര കൃത്യമാണ് അള്ളാന്റെ റസൂലിന്റെ വാക്ക്. ഒരാൾ മതം എന്ന് ഇന്ന ദീന യുസ്ർ, ദീന് യുസ്റാണ്, എളുപ്പമാണ്. വലം യുശാദ ദീന, ഈ ദീനിനെ ആരെങ്കിലും ഒരാള് ഷാദ അങ്ങനെ കഠിനമാക്കുകയാണെങ്കിൽ ഇല്ലാ ഗലബഹു, അത് അവനെ അതിജയിക്കും. അതായത് അതുകൊണ്ട് തന്നെ അവൻ നശിച്ചു പോകും എന്നർത്ഥം. അപ്പം ഒന്നിലും അമിതാവേശം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിലില്ല. ഇസ്ലാം എല്ലാത്തിനും ഒരു ക്രമപ്രവൃത്തമായ ഒരു സമാധാനപരമായ വളർച്ചയാണ് ഇസ്ലാം ആഗ്രഹിച്ചത്. ലോകവും അങ്ങനല്ലേ. ഓക്കെ, അള്ളാഹ്ക്ക് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ എന്തേ പണിണ്ടായി? ഒരു പണിയില്ലല്ലോ. കുൻ ഫയകുൻ. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യണമെങ്കിൽ എത്ര സമയമുണ്ട്? ഇല്ല, അള്ളാഹ് പറയാൻ ഉണ്ടാവും. എന്നാൽ പ്രപഞ്ചത്തെ പോലും പടച്ച തമ്പുരാൻ സൃഷ്ടിക്കുമ്പോ 6 അയ്യാമിൽ 6 ദിവസം. എന്തിനാ? അത് അതിലൊരു ക്രമപ്രവൃത്തമാണ്. ഇനി വേണ്ട, നമ്മളിലേക്ക് ഇറങ്ങി വരിക, നമ്മളെ സൃഷ്ടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ അവസ്ഥ എന്താ? 9 മാസവും കുറച്ച് ദിവസവും ഉമ്മാന്റെ വയറ്റിൽ. എന്തിനാ? ഒരു ദിവസം കൊണ്ടങ്ങ് ആക്കിയാ പോരെ? അല്ല, അത് അതിന്റെ ക്രമം അങ്ങനെയാണ്. അങ്ങനെ ക്രമപ്രവൃത്തമായിട്ടാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും കൊണ്ടുവന്നത്. ഇസ്ലാമിന്റെ പൂർത്തീകരണം എങ്ങനെ? ഒരൊറ്റ ദിവസം കൊണ്ട് ഇറക്കുക ഖുർആൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. പക്ഷെ 23 വർഷം അല്പാൽപമായി ഇറക്കിയിട്ട് അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം, ഈ പ്രപഞ്ചത്തിന്റെയും അള്ളാഹുവിന്റെയും ദീനിന്റെയും നടപടി. അപ്പോൾ നമ്മളും ആ നിലക്ക് തന്നെയാണ് പോകേണ്ടത്. ഈ അമിതാവേശവും അതുപോലെയുള്ള അമിതവ്യവും അല്ലെങ്കിൽ ഒരു തീവ്രതയും ഒന്നും ഇസ്ലാമിന്റെ വിഷയത്തിൽ വേണ്ട. ഈ പ്രപഞ്ചത്തിന്റെ വിഷയം പറഞ്ഞ് നമ്മുടെ വിഷയം പറഞ്ഞ് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ അവസ്ഥയും എങ്ങനെയാ? ഇപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മുടെ ശരീരം ഒരു എക്സസൈസ് തുടങ്ങുകയാണെങ്കിൽ ആ തുടങ്ങുന്ന സമയത്ത് കുറച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് കൂട്ടിക്കൊണ്ടുവരല്. ആ പവർ ലിഫ്റ്റിംഗിൽ നമ്മൾ പോയിട്ട് ജിമ്മിന് പോയിട്ട് ആദ്യം തന്നെ 50 കിലോ എടുത്ത് പൊക്കോ? ഇല്ല, ആദ്യം കുറച്ച് പിന്നെ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ്. ഈ ഒരു ക്രമപ്രവൃത്തം നമ്മുടെ ദുനിയാവിലെ പ്രവർത്തനങ്ങളിലും നമ്മൾ സ്വീകരിക്കാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഒരു വിഷയത്തിൽ മാത്രം ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലേക്കും നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനയുടെ വിഷയം പറഞ്ഞപ്പോ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം
അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ ചെയ്യുക, അത് കുറവാണെങ്കിലും കുറച്ചാണെങ്കിലും ചെയ്യാൻ കഴിയുന്നത് സ്ഥിരമായി ചെയ്തു പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം ഓരോ പ്രവർത്തനങ്ങളെ കൊണ്ടും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾക്ക് ആ ചുറ്റുവട്ടത്തിലും നമ്മൾ ജീവിക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും സ്വസ്ഥതയും സമാധാനവുമാണ് എല്ലാറ്റിലൂടെയും ഇസ്ലാം ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞത് ആരാധനയുടെ വിഷയം മാത്രം. ആരാധനയിൽ തന്നെ അവനവനും അവന്റെ കുടുംബത്തിനും അവന്റെ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിനും അവൻ നിൽക്കുന്ന രാജ്യത്തിനും പുറത്തേക്ക് നൽകുന്നത് ഇസ്ലാം സമാധാനമാണ്. ആരാധന ചെയ്യുന്ന സമയത്ത് വരെ അവന് കൊടുക്കുന്നത് സമാധാനമാണ്. ഇനി അത് ഒരു ആരാധന നിർവഹിച്ചു കഴിഞ്ഞാൽ പുറത്തൊക്കെ ആളുകൾ അനുഭവിക്കുന്നത് തന്നെയാണ്. നോക്കി, ഇസ്ലാമിന്റെ മറ്റൊരു ഗുണം, ഒരാളിപ്പോ സക്കാത്ത് നിർവഹിക്കുക, ആ ആരാധനാ കർമ്മം നിർവഹിക്കുമ്പോൾ അതുവഴി അത് കിട്ടുന്ന ആളുകൾക്ക് സമാധാനം. ഏത് ഇസ്ലാമിലെ ആരാധനകൾ മുഴുവനും മനുഷ്യർക്ക് സമാധാനം നൽകുന്ന സംഗതികളാണ്. സക്കാത്തായാലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും, നമ്മളെ ഉദഹയ്യത്തായാലും അത് തുടങ്ങിയ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് നിർവഹിക്കുന്ന ആള് സമാധാനത്തോടെ നിർവഹിക്കുന്നു. നിർവഹിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതോ അതും സമാധാനമാണ്. അതാണ് മുസ്ലിം ആഗ്രഹിക്കേണ്ടതും. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് കഅബ വൃത്തിയാക്കാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകനും കൂടി കഅബ വൃത്തിയാക്കി. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല വഅഹിദ്നാ ഇലാ ഇബ്രാഹിമ വഇസ്മാഈല. ഇസ്മാഈൽ നബിയോടും ഇബ്രാഹിം നബിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവരോട് കൽപ്പിച്ചു അൻ തഖിറ ബൈതി ലിത്വാഇഫീൻ. അവിടെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വൃത്തിയാക്കാൻ വേണ്ടി, ആ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭവനം വൃത്തിയാക്കണം. വൽ ആഖിഫീന, അവിടെ ഇഅ്തികാഫിരിക്കുന്നവർക്കും വറുഖഇസ് സുജൂദ്, റുകൂഉം സുജൂദും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കഅബ വൃത്തിയാക്കുക. അപ്പൊ അതൊരു പ്രവർത്തനം. ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. ഈ പ്രവർത്തനം നിർവഹിച്ചിട്ട് മുസ്ലിം എന്ത് ചെയ്യാണ്? അവൻ പ്രാർത്ഥിക്കുക, പടച്ചോനെ ഇത് സ്വീകരിക്കണേ. മാത്രമല്ല, ആ ഒരു പ്രവർത്തനം നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ഈ രാജ്യത്തെ റബ്ബേ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പടച്ചോനെ, നിന്നിൽ വിശ്വസിച്ച, ആഖിറത്തിൽ വിശ്വസിച്ച ആളുകൾക്കും നീ റിസ്ക് ഇവിടെ ഉണ്ടാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി. ഇത് പ്രവർത്തിച്ച് നന്നായി, ഞാൻ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചു, അതിനുശേഷം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ചെറിയ ഒരു തിരുത്ത്. നീ പറഞ്ഞത് എന്താണ്? ഈ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾക്ക് മാത്രം വർസുഖ് അഹ്ലഹു, റിസ്ക് നീ നൽകണം. അഹ്ലഹു, ഇവിടുത്തെ ആളുകൾക്ക്. ആരാ? മിനസ്സമറാത്തി, ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന്. മൻ, ആർക്ക്? മൻ ആമന മിൻഹും ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിച്ച, വൽ യൗമിൽ ആഖിർ, ആഖിറത്തിൽ വിശ്വസിച്ച ആളുകൾക്ക്. അല്ല തിരിച്ച് ഖാല, അല്ല പറഞ്ഞു, വമൻ കഫറ, അവിശ്വസിച്ചവർക്കും അവർക്കും ഫഉമത്തിഹു ഖലീലൻ, ഞാൻ അവർക്കും കുറച്ച് ആസ്വദിപ്പിക്കും. അപ്പം വിശ്വസിച്ചവർക്ക് മാത്രമല്ല, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് അതിന്റെ കിട്ടാനുള്ളത്, അതുകൊണ്ട് ആസ്വദിക്കാനുള്ളത്, അതുകൊണ്ട് കിട്ടുന്ന സമാധാനം നിനക്ക് ചുറ്റിലുമുള്ള ആളുകൾക്കും അതല്ലാത്ത ആളുകൾക്കും ഒക്കെ കിട്ടണം. അതാണ് റബ്ബും ഇസ്ലാമും ഒക്കെ മുസ്ലിം സമൂഹത്തോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇസ്ലാമിന്റെ എളുപ്പമുള്ള, ഈ സമാധാനമുള്ള ഈ സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണം. എവിടെയും പ്രിയപ്പെട്ടവരെ, ഒരു നിലക്കുള്ള തീവ്രത ഒരു വിഷയത്തിലും ഉണ്ടാകാൻ പാടില്ല. ആരാധനയുടെ വിഷയത്തിൽ മാത്രം ഇത്രമാത്രം ലഘൂകരണമുണ്ടെങ്കിൽ പിന്നെ ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് കൊല്ലാൻ കൽപ്പിക്കുന്നത്? എന്നോ ഉള്ള ഒരു പകയുടെ പേരിൽ നമ്മൾ ആരോടെങ്കിലും ഒരു പക വെച്ച് നടക്കുന്നുവെങ്കിൽ ലാ യജ്രിമന്നകും ശനആൻ
ബഗ്യാനു ഖൗമിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാളോടുള്ള പക അയാളോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഈ മതാണ്, ഇസ്ലാമാണ്. ഒരാളോടുള്ള പക അയാളോട് അനീതി ചെയ്യാൻ ഒരിക്കലും നമ്മളെ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾക്ക് ഒരിക്കലും ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സമൂഹം നമ്മളായി ജീവിക്കുന്ന സമൂഹവുമൊക്കെ ഇതിന്റെ ഏറ്റവും നല്ല വക്താക്കളായി മുന്നോട്ട് പോകണം. അത്തരം പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോകാനിരിക്കാൻ, ആ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾക്കൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ഫലം ഉണ്ട് എന്നത് ഉറപ്പാണ്. നമ്മളെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക തൻ്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഞാൻ അവിടെ ഉള്ളൊരു കച്ചവടം നടത്തുന്ന ഒരാൾക്ക് വേണ്ടി, പടച്ചോനെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മലക്കുകൾ ആമീൻ പറഞ്ഞിട്ട് മലക്കുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന ഒരുപക്ഷെ അള്ളാഹു സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ, എൻ്റെ ജീവിതത്തിലെ അശ്രദ്ധ, എൻ്റെ ജീവിതത്തിന്റെ തഖ്വയുടെ കുറവൊക്കെ കാരണം ചിലപ്പോൾ പ്രാർത്ഥന സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ മലക്കുകൾ പ്രാർത്ഥിച്ചാലോ അള്ളാഹ് തട്ടൂല. അത് കിട്ടണം. എന്ത് വേണം? പടച്ചോനെ അയാൾക്ക് റബ്ബേ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം ഒന്ന് മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഈ ഒരു വിശാലത ഇവിടെയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരു സംഭവം നോക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അറ്റ സുഹൃത്ത്, അദ്ദേഹം പിന്നെ മുസ്ലിങ്ങൾ സിറിയ കീഴടക്കിയപ്പോൾ സിറിയയുടെ ഗവർണറായി ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിക്കാൻ. അങ്ങനെ സിറിയയിൽ അദ്ദേഹം പോയി, അദ്ദേഹം അധികാരം കിട്ടി. അധികാരം കിട്ടിയാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായും സിറിയയിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ, അവിടെ അധികാരമൊക്കെ കിട്ടിയപ്പോൾ പിശാച് ചില തോന്നിച്ചുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുകയും അദ്ദേഹം ഒരു മദ്യപാനത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മദ്യപാനത്തിന്റെ അഡിക്റ്റായി മാറി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടെ നിന്ന് ഒരാൾ വന്നപ്പോൾ ഈ സുഹൃത്തിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞു, അയാൾ പിശാചിന്റെ സഹോദരനാണിപ്പോൾ, വൻ ദോഷങ്ങൾ പലതും ചെയ്യുകയും മദ്യപാനം തുടങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഉമറുവിന്റെ ഒരു പ്രകൃതം, പണ്ടത്തെ പ്രകൃതം അറിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? കൊടുക്കായിരുന്നു. പക്ഷെ പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് ശിക്ഷണം ലഭിച്ച അവിടുത്തെ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തെന്തായിട്ടുണ്ടോ, അദ്ദേഹത്തിന് നല്ല ഒരു കത്ത് എഴുതാൻ. ആ കത്തില് ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പിന്നെ ബോധത്തെ സംബന്ധിച്ചും നാളെ നീ ചെന്നുപെടുന്ന റബ്ബിന്റെ മുമ്പിൽ നീ മറുപടി പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന്റെ അമാനത്തിനെ പറ്റിയൊക്കെ ആ കത്തിൽ വിശദമായി സൂചിപ്പിച്ചു. ആ കത്ത് അവിടെ എത്തിച്ചു. അദ്ദേഹം ആ കത്ത് അദ്ദേഹത്തിന്റെ നോർമൽ അവസ്ഥയിൽ വായിച്ചപ്പോൾ നിരവധി തവണ ഇങ്ങനെ വായിക്കും. അങ്ങനെ വായിച്ചു. ആ സമയത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത മറ്റൊരു പരിപാടി, എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളാണ്, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ ഈ കത്ത് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കത്ത് അവിടെ കിട്ടി. അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാത്ത പേടിയായി. നാളത്തെ ദിവസം പടച്ചതമ്പുരാൻ എനിക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് റബ്ബ് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു നടപടി എന്താ? മറ്റുള്ള ആ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഈ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, ഇനി ഹജ്ജിന് പോകുന്ന ആളുകൾ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്താ വെച്ചോ,
വാട്സപ്പിൽ ഒരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടു പുറത്തു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കണം. ചിലപ്പോൾ ഗ്രൂപ്പിൽ അയക്കാണ്. അതൊക്കെ നല്ലത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, ഞാനുമായി തെറ്റി നിൽക്കുന്ന ഒരാളോട് ഞാൻ അയാളുടെ വീട്ടിൽ കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ ഹജ്ജിന് പോവാണ്. നമ്മൾ തമ്മിൽ എന്തോ ഈ ഭൗതിക കാരണങ്ങളെ കൊണ്ടും ദുനിയാവിന്റെ ഈ ഓട്ടത്തിനിടയിൽ കുറച്ചു കാലം അകൽച്ചേരേന്, ഞാനൊക്കെ വിട്ടുതന്നത്, നിങ്ങൾക്ക് വിട്ടുതരൂലേ എന്ന് നമ്മൾ അയാളുടെ മുഖത്ത് നോക്കി നേരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരാണോ തെറ്റി നിൽക്കുന്നത് അയാളുടെ മനസ്സ് ഇങ്ങനെ അലിയും. ഈ വാട്സപ്പ് മെസ്സേജ് കൊണ്ട് അത് അലിഞ്ഞോണമല്ല. പണ്ട് കാലത്ത് ഹജ്ജിന് പോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഹജ്ജിന് പോകുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെ വന്ന് കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞ് നമ്മൾ ടെക്നോളജി വികസിച്ചപ്പോൾ അതൊക്കെ ഉപയോഗിക്കണം. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളുമായി അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ല നമ്മുടെ സംസാരം വഴി ഏതെങ്കിലും മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, അങ്ങനെയുള്ള ആളെടുത്ത് ഈ മെസ്സേജ് ഒഴിവാക്കി ഒന്നൊന്ന് നടന്നു പോവുക. എന്താ ചെയ്യാൻ പോണ ഹജ്ജാണ്. പണം മുടക്കി നമ്മുടെ ആരോഗ്യം ചെലവഴിച്ച്, നമുക്കറിയാം ഹജ്ജിന് പോയി കഴിഞ്ഞാൽ, ഹജ്ജ് ചെയ്ത ഓരോരുത്തർക്കും അറിയാം. ഞാൻ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മഹല്ലിലുള്ള ആളുകളുണ്ടായിരുന്നു. അന്ന് അത്ര പ്രയാസത്തിലാണ്, അത്രമേൽ പ്രയാസം. അങ്ങനെ പ്രയാസം സഹിച്ച് ചെയ്യുന്ന ഒരു ആരാധന അത് ഒന്നും അല്ലാതെ അങ്ങ് ആയിപ്പോകുന്ന ഒരു അവസ്ഥ ആലോചിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പണവും ഈ യാത്രയും ഈ കഷ്ടപ്പാടും ഒക്കെ നമുക്ക് കിട്ടണം നാളത്തെ പരലോക ജീവിതത്തിന് വേണ്ടി. അതിന് ഇവിടെ നമ്മൾ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വന്നാൽ എന്നാ റബ്ബ് പറഞ്ഞ്. റബ്ബിന്റെ അടുത്തേക്ക് പോയിട്ട് പടച്ചോനെ എന്ന് പറയുന്നതിന് മുമ്പ് പടപ്പുകളോട് തീർക്കാനുള്ളത് തീർത്തിട്ട് വാ എന്ന് റബ്ബ് പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ തീർത്തിട്ട് തന്നെ പോകണം. അത് ഹജ്ജിന് പോകുന്ന ആളുകൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കൈകാലികളെ കൊണ്ടും ഒക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ആ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി പ്രയാസപ്പെടുന്നവർക്ക് ആ മാനസികമായ സ്വസ്ഥത നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വ്യത്യസ്തങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, വീടുകളിൽ നിന്ന് പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. നീ തന്നാലേ ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകുകയുള്ളൂ റഹ്മാനായ നാഥ. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത അമലുകൾ, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, അവർക്കെല്ലാം നീ ബർസഖിയായ ലോകത്ത് ആ ഏറ്റവും നല്ല അവസ്ഥ പ്രദാനം ചെയ്യുകയും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, അവിടെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റി അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിലും മാനസികമായി പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ മാനസികമായ സ്വസ്ഥത നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിൽ അല്ലാത്ത, ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഇസ്ലാമിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്കറിയാം അത് തകരില്ല എന്ന്. അല്ലാഹുവേ, അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളിൽ നിന്ന് ഈ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്കെല്ലാം നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുതന്ത്രങ്ങൾ മെനയുന്ന, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന കുതന്ത്രം മെനയുന്ന കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിലെ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലി കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ബോധപൂർവ്വം ഉച്ചരിച്ച് മരണപ്പെട്ടു പോകാനാണ്. അങ്ങനെ
മരണപ്പെടുന്ന ആളുകളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറുകൂട്ടരെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള ആളുകളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ للمتقين إماما وجعلنا للمتقين إماما وجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.